തീർന്നു. പിന്നെ എങ്ങനെ ഞങ്ങൾ താമസിക്കും? ഞങ്ങൾ നല്ല സമ്പത്തിലുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ട് ഒരു പുല്ലുപരിക്കകത്ത് ഞങ്ങൾ നേരെ ഇതുപോലെ നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാത്ത ചെറിയൊരു ഭവനത്തിനകത്ത് ഞങ്ങൾ പാർക്കുവാൻ തുടങ്ങി. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ വകയില്ലാതെ ഞങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ നാട്ടുകാരോ ആരും കയറി വരാതെയായി. ഞങ്ങൾ വല്ലാത്ത ഒരു വായിച്ച വാക്യത്തിന്റെ 20-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ. എന്റെ ദേവദാസനെ, ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് കണ്ട് ഞങ്ങൾ നശിച്ചു പോകുമെന്നുള്ളൊരു ഡോക്ടർ വിധി എടുത്ത് രോഗിയായി കിടക്കുന്ന മാതാവ് ഭക്ഷണത്തിനു വേണ്ടി വേദനിക്കുന്ന അന്ന് എനിക്ക് തോന്നുന്നു 13 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. പ്ലാവെ കയറി ചക്ക പറിച്ച് തിന്ന് ഞങ്ങളുടെ വയറ് നിറച്ച അവസ്ഥകളുണ്ട്. വസ്ത്രമില്ല, ഒന്നുമില്ലാത്ത എന്റെ പിതാവ് ഒരു മുഴുക്കുടിയനായി മാറി. എങ്ങ് പോയാലും രക്ഷപ്പെടുകയില്ലെന്ന് ലോകവും ഡോക്ടർമാരും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം വിധി എഴുതിയപ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഞങ്ങളുടെ അയൽവാസികളുടെ ഭവനങ്ങളിൽ ഒരു തെണ്ടിയായി ഞാൻ ഇറങ്ങിപ്പോയി ഭിക്ഷയാചിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്ന ഞാനൊരു തെണ്ടിയായിരുന്നു, ഒരു ഭിക്ഷാടകനായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഓരോ ഭവനങ്ങളിൽ പോയി ഞാൻ കൈ നീട്ടുമായിരുന്നു. ഇത് രാത്രികാലം ഞാൻ പറയട്ടെ, അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഇതുപോലെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒരു 6 മണിയായ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അഭിമാനിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ്. യേശുവിനെ കുറിച്ച് അറിയാവുന്ന, യേശുവിനെ ആരാധിക്കുന്ന വ്യക്തികളാ. അപ്പച്ചൻ പറയുക, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അതെങ്ങനെയാ അപ്പച്ചൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്? എന്റെ അമ്മയോട് പറഞ്ഞു, സൂസമ്മേ, നിന്റെ വാ കൊണ്ട് നീ ഏറ്റു പറയണം, യേശു ക്രിസ്തുവിന്റെ രക്ഷകനാ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണെന്ന് നീ നിന്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം നിന്നെ വിടുവിക്കുമെന്ന് അപ്രായമായ പിതാവ് എന്റെ അമ്മയോട് ചൊല്ലിക്കൊടുക്കുവാനിടയായി. ഞങ്ങൾ മാറി നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവമോ? അപ്പച്ചൻ പറഞ്ഞു, അതേ മക്കളെ, വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നീ ആ ദൈവത്തിന്റെ മുൻപിൽ കടന്നു വരണം. നിന്റെ നേർച്ചകൾക്കോ നിന്റെ കാഴ്ചകൾക്കോ നിന്റെ യാതൊന്നും ആവശ്യമില്ല. നീ പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, നീ കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, നിന്റെ നിറം നോക്കിയോ നിന്റെ കഴിവ് നോക്കിയോ ഇറങ്ങി വരുന്ന ഒരു ദൈവമല്ല. ഈ പുൽമേഞ്ഞ വീട്ടിൽ യേശു ഇറങ്ങി വരുവാനിടയായി തീരും. എന്റെ അമ്മയോട് ചോദിച്ചു, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ ചോദിച്ചു. അമ്മ പറഞ്ഞ, അപ്പച്ച, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോളാം. ഇത് രാത്രി കേൾക്കണോ? ഒരു സന്ധ്യാസമയം 6 മണിയായപ്പോ അപ്പച്ച, എന്റെ അമ്മ ചോര വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന, ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളിൽ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കണം, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ അപ്പച്ചൻ പറഞ്ഞ രക്ഷാവാചകം ഏറ്റുചൊല്ലുവാനിടയായി തീർന്നു. എന്താണ് ആ രക്ഷാവാചകം? ഇന്ന് രാത്രികാലം എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദേശമേ, നീ ഏത് ഭാരത്തിലായിരിക്കുന്നുവോ, യേശു ക്രിസ്തുവിനോടുള്ള ചേരുവാനുള്ള ഈ രക്ഷാമാർഗം ചൊല്ലിയാൽ നീ വിടുവിക്കപ്പെടുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, അര ദൂരം നടക്കേണ്ട ആവശ്യമില്ല, അരക്കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. നീ ഇരിക്കുന്ന ഇടത്ത്